നമസ്കാരം. വാരഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ ഈശ്വര അനുഗ്രഹം കൊണ്ട് മാത്രം നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരുപാട് ഈ വാരത്തിൽ മാറി നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് തന്നെ തൊട്ടറിയുവാൻ സാധിക്കും. നിങ്ങൾക്കുണ്ടാകുന്ന നെഗറ്റീവായ അല്ലെങ്കിൽ ദോഷപരമായ പല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരികയും നിങ്ങൾക്കത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, മാനസികപരമായും സാമ്പത്തികപരമായും നിങ്ങളെ ഒരുപാട് ബാധിക്കും എന്ന് കരുതി നിങ്ങൾ വളരെ വിഷമിച്ച് ഈശ്വരനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാരമാണ് ഇത് എന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുകയും നിങ്ങൾക്കതിൻ്റെ അനുഗ്രഹം ഉണ്ടാകുകയും ആ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാം ഒരു മോചനമുണ്ടാകുകയും അതെല്ലാം തരണം ചെയ്ത് ജീവിതത്തിൽ ഉന്നതിയിൽ ഉയർച്ചയിലെത്തുവാൻ സാധിക്കുന്ന മനോഹരമായ ഒരു വാരം തന്നെയാണ്. സംസാരത്തിൻ്റെ ആ ഒരു ശൈലി മൂലം, നിങ്ങളുടെ സംസാരം മൂലം പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് മാറ്റി നിർത്തുവാൻ സാധിക്കും. മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ വിനയപരമായ സംസാരം അല്ലെങ്കിൽ ബഹുമാനപൂർവ്വമുള്ള സംസാരം മൂലം നിങ്ങൾക്ക് പല പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനും അതിൽ നിന്നും നിങ്ങൾക്ക് മോചിതനാവുവാനും എല്ലാം സാധിക്കുന്ന ഒരു വാരം തന്നെയാണ്. നിങ്ങളുടെ സഹപ്രവർത്തകരുടെ സഹായം മൂലവും നിങ്ങൾക്ക് പല മേഖലയിൽ നേട്ടങ്ങളും അംഗീകാരങ്ങളും അവസരങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്നുള്ള ആ ഒരു പിന്തുണ മൂലം നിങ്ങൾക്ക് നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയാണ്. കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. നിങ്ങൾ കുടുംബജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ ശാന്തമായ രീതിയിൽ നിങ്ങളതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ നല്ലൊരു രീതിയിൽ ഈ ഒരു വാരം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾ ഈ ഒരു വാരത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാനെ പൂജിക്കുക, ഭഗവാന് വഴിപാടുകളെല്ലാം നടത്തി മുന്നോട്ട് പോയാൽ വളരെ നല്ലതായിരിക്കും. ഇടവം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന കാർത്തിക, രോഹിണി, മകയിരം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ മുൻകാലങ്ങളിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അതിൽ വീണ്ടും അതേ അവസ്ഥയിൽ തന്നെ തുടരുവാൻ സാധ്യത കൂടുതലാണ്. അതായത് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരു നെഗറ്റീവായ അനുഭവം, അതായത് മോശമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുതുതായി എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, നിങ്ങളതിനെ ചെക്കപ്പ് ചെയ്യുക, മുന്നോട്ട് പോവുക. എന്നാൽ പഴയ ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തുടരുവാൻ സാധ്യതയുണ്ട്. കൃത്യമായ രീതിയിൽ അതിനെല്ലാം മെഡിസിനെല്ലാം കഴിച്ച് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കുവാൻ സാധിക്കാതെ ദുഃഖം അനുഭവിക്കുന്ന ഒരു വാരം തന്നെയായിരിക്കും. മത്സരങ്ങളിലും പരീക്ഷകളിലും എല്ലാം പരാജയം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നിങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ പഠിക്കുന്നതിൻ്റെ 3 ഇരട്ടിയായി നല്ല രീതിയിൽ ആത്മവിശ്വാസത്തോടെ പഠിച്ചെഴുതിയാൽ മാത്രമേ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ പരിശ്രമം ഒരിക്കലും പാഴാകുകയില്ല. അപ്പോൾ നിങ്ങളുടെ ശ്രമമാണ് ജീവിതത്തിലെ ഏറ്റവും വലുത്. ആത്മാർത്ഥപരമായ ശ്രമം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ ഏത് മേഖലയും നിങ്ങൾക്ക് കീഴടക്കുവാൻ സാധിക്കും. ഒരുപാട് ധനലാഭം ഉണ്ടാകുന്ന ഒരു വാരം തന്നെയാണ് എന്നുണ്ടെങ്കിലും ചിലവിൻ്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണവും കാണില്ല. വളരെ കൂടുതലായിരിക്കും ചിലവുകൾ മൂലം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു വാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കാത്ത ചിലവുകൾ ജീവിതത്തിൽ വന്നു ചേരുകയും അതുമൂലം നിങ്ങൾക്ക് ഒരുപാട്, അതായത് മാനസികപരമായിട്ടൊരു ദുഃഖമുണ്ടാകാനുള്ളൊരു സാധ്യത ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. ചിലവിൻ്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണമെല്ലാം ഉണ്ടായി നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു വാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾ ഈ ഒരു വാരത്തിൽ മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടും പുഷ്പാഞ്ജലികളെല്ലാം കഴിപ്പിച്ച് മുന്നോട്ട് പോയാൽ ഈ ഒരു വാരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ നമുക്കൊരു മാറ്റം കാണുവാൻ സാധിക്കും. മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകയിരം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ നിങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കുവാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും. നിങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ന വണ്ണം നിങ്ങൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അതായത് നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്, ഇപ്പോൾ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ പറയുന്ന ആ പ്രോജക്റ്റ് ചെയ്ത് തീർക്കാൻ പറ്റാതെ വരിക, അല്ലെന്നുണ്ടെങ്കിൽ പറയുന്ന അത്രയും ചാപ്റ്റർ പഠിച്ച് തീർക്കാൻ പറ്റാതെ വരിക, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ അതിനെ വളരെ ശ്രദ്ധയോടുകൂടി വിദ്യാഭ്യാസ രംഗത്ത്, അതായത് പഠിത്ത കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നല്ലത് തന്നെയാണ്. നിങ്ങൾ ഈ ഒരു രാശിയിൽപ്പെട്ട ചില വ്യക്തികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യപരമായി വളരെ
കൂടുതലായി ബാധിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് മോശമായ സ്വഭാവമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റാതെ നിങ്ങളുടെ കയ്യിൽ നിന്നും കൈ തഴുകി പോകുന്ന ഒരവസ്ഥയാണ് ഈ ഒരു വാരത്തിൽ കാണുന്നത്. നിയന്ത്രണത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോവുക. എന്നാൽ അത് ഉപയോഗിക്കാത്ത വ്യക്തികൾ പുതുതായി അങ്ങനെയൊന്നും ഉപയോഗിക്കുവാൻ പോകാതിരിക്കുക. കാരണം അതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യപരമായി വളരെയധികം നെഗറ്റീവായ അനുഭവങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. കർമ്മരംഗത്ത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ തന്നെ നിങ്ങളുടെ ശത്രുക്കളായി മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തികൾ തന്നെ നിങ്ങളുടെ ജോലി സംബന്ധമായി അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായി നിങ്ങൾക്ക് ശത്രുക്കളായി, അതായത് പുറമേ ഇരിക്കുമ്പോൾ സുഹൃത്തുക്കളെ പോലെ ചിരിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുകയും എല്ലാ കാര്യത്തിൽ കൂടെ നിൽക്കുകയും ചെയ്തിട്ട് നിങ്ങൾക്കെതിരായിട്ട് മോശമായി സംസാരിക്കുക, നിങ്ങളുടെ ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുക, ബിസിനസ്സിൽ നഷ്ടങ്ങൾ വരുത്തുവാനും എല്ലാം ഇവർ കൂടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളായ ശത്രുക്കളെ സൂക്ഷിക്കുക. സുഹൃത്തുക്കളായി കൂടെ നിൽക്കുന്നവരെ സംശയദൃഷ്ടിയോടുകൂടി നോക്കിക്കാണുക. രഹസ്യങ്ങളായി മാത്രം വച്ചിരിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അനാവശ്യ തർക്കങ്ങളിൽ നിങ്ങൾ ഏർപ്പെടാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും കഴിയുമെങ്കിൽ ഗണപതി ഹോമം നടത്തുകയും ഭഗവാന് നാളികേരം മുടക്കുകയും എല്ലാം ചെയ്യുന്നത് ഈ ഒരു വാരത്തിൽ വളരെ നല്ലത് തന്നെയായിരിക്കും. കർക്കിടകം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന ഒരു വാരം തന്നെയാണ്. മറ്റുള്ളവരെ സഹായിക്കുവാൻ താല്പര്യം വളരെയധികം കൂടുതലായുള്ള വ്യക്തികളാണ് നിങ്ങൾ. എന്നിരുന്നാലും നിങ്ങളുടെ ഒരു ആവശ്യത്തിന് മറ്റാരും തന്നെ ഇല്ലാതെ വരികയും ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാനുള്ള ഒരു അവസരമാണ് കാണുന്നത്. അതുകൊണ്ട് എന്ത് കാര്യത്തിനിറങ്ങിയാലും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമായിരിക്കും. സഹോദരനിൽ നിന്നുള്ള ലാഭങ്ങളും നേട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് സാമ്പത്തികപരമായും അല്ലാത്ത രീതിയിലും സഹോദരങ്ങളിൽ നിന്നുള്ള ഒരു സഹായം പ്രതീക്ഷിക്കാവുന്നതാണ്. സാഹിത്യകല, അതായത് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വാരം തന്നെയാണ്. കലാപരമായ നേട്ടങ്ങളും അംഗീകാരങ്ങളും അവസരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വാരം കൈവരിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ അതിലോട്ടുള്ള ഒരു ചവിട്ടുപിടി എന്ന് വേണം ആ ഒരു മേഖലയിൽ തുടക്കം കുറിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വാരം തന്നെയായിരിക്കും. ഈ ഒരു വാരത്തിൽ നിങ്ങൾ അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാനെ നാമം ജപിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, നീരാഞ്ജനവും എള്ളുപായസ വഴിപാടുമെല്ലാം നടത്തി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാർക്ക് ഈ വാരത്തിൽ തൊഴിൽപരമായി നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ, അതായത് നിസ്സാരമായ പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികളുടെ സഹായത്തോടു കൂടി അതെല്ലാം നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കുകയും അതിൽ ഉയർച്ചയിൽ നേട്ടത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഒന്നിലധികം മാർഗങ്ങളിലൂടെ ധനലാഭം ഉണ്ടാകുവാൻ ഈ ഒരു വാരത്തിൽ സാധിക്കുന്നു. മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ, അതായത് ബിസിനസ്സിലൂടെയോ അല്ലെങ്കിൽ മറ്റ് ജോലിയിലൂടെയോ അല്ല ഒന്നിൽ പരം ജോലിയിലൂടെയും ധനം സമ്പാദിക്കുന്ന വ്യക്തികൾ ആത്മാർത്ഥമായി അതിനുവേണ്ടി ഇറങ്ങി വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ധനലാഭം ഉണ്ടാകുകയും വിജയമുണ്ടാകുവാനും ഈ ഒരു വാരത്തിൽ സാധിക്കും. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ, അതായത് ലോൺ പോലുള്ള കാര്യങ്ങൾ മുടങ്ങിക്കിടന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ, അതായത് നല്ല രീതിയിൽ സാമ്പത്തികം മുടക്കി ബിസിനസ് ചെയ്യുന്നത് സൂക്ഷിക്കുക. ഈ ഒരു വാരത്തിൽ ചെറിയ രീതിയിലുള്ള ധനനഷ്ടം വരുവാനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ജോലിയുടെയും അല്ലെങ്കിൽ കുടുംബപരമായ ആവശ്യങ്ങൾ, ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിലെല്ലാത്തിലും ഒരു മടിയും അലസതയും നിങ്ങളോടൊപ്പം തന്നെ കാണുന്നുണ്ട്. മടിയും അലസതയും എല്ലാം മാറ്റിവെച്ച് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ലൊരു രീതിയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന് വഴിപാടുകളും പുഷ്പാഞ്ജലികളും ക്ഷേത്രദർശനവും നടത്തി മുന്നോട്ട് പോയാൽ തടസ്സങ്ങളെല്ലാം മാറി സന്തോഷകരമായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കന്നിരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രം, അത്തം, ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് സന്താനങ്ങളെ കൊണ്ട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരു വാരം തന്നെയാണ്. നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം സന്താനങ്ങൾ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒത്തവണ്ണം നടക്കുന്നില്ല, സ്വപ്നങ്ങൾ കാണുന്നത് പോലെ സന്താനങ്ങൾ വരുന്നില്ല എന്ന് കരുതി നിങ്ങൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ സന്താനങ്ങളുടെ വിവാഹത്തിന് വേണ്ടി അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ വിവാഹം നടക്കാതെ വരിക, അല്ലെങ്കിൽ അവരുടെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് ജോലി കിട്ടാതെ വരിക, കൂടാതെ അവർക്ക് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തി
വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ആ സ്ഥിരം ജോലി കിട്ടാതെ വരുന്നൊരവസ്ഥ എന്നിങ്ങനെയുള്ള സന്താനങ്ങൾക്ക് വേണ്ടിയും ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന ഒരു വാരം തന്നെയായിരിക്കും ഈ നക്ഷത്രക്കാർക്ക്. അവരുടെ വിദ്യാഭ്യാസത്തെ ചൊല്ലിയും നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. പലതരം മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കൂടെ ആ മേഖലയെല്ലാം തടസ്സങ്ങളാണ്. ജോലി സംബന്ധമായി, ബിസിനസ് സംബന്ധമായി, വിദ്യാഭ്യാസപരമായി, അല്ലെങ്കിൽ നിങ്ങൾ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ശരി, നിങ്ങൾക്ക് തടസ്സങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുന്നു. നിങ്ങൾ ഈശ്വര പ്രാർത്ഥനയോട് ഭഗവാൻ ആത്മാർത്ഥ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. പുതുതായി നിങ്ങളുടെ ജീവിതത്തിൽ സുഹൃത്ത് ബന്ധങ്ങൾ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. വളരെ അധികം ധനമുള്ളവരും അല്ലെങ്കിൽ അംഗീകാരമുള്ളവരും സമൂഹത്തിൽ ഒരുപാട് സ്വാധീനങ്ങളുള്ള വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിൽ സുഹൃത്തുക്കളായി കടന്നു വരികയും എന്നാൽ ആ വ്യക്തി മുഖാന്തരം നിങ്ങൾക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് ചെയ്യുവാൻ സാധിക്കുന്നു. കൂടാതെ ജോലി സംബന്ധം പ്രൈവറ്റ് മേഖലയിലുള്ള ജോലികൾ ലഭിക്കുന്നു, സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുവാൻ ഈ സുഹൃത്തുക്കൾ മൂലം സാധിക്കുന്നു. അങ്ങനെ ഈ ഒരു വാരത്തിൽ സൗഹൃദം കൊണ്ട് തന്നെ മാത്രം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വാരം തന്നെയായിരിക്കും. നിങ്ങൾ ഈ ഒരു വാരത്തിൽ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. തുലാം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ചിത്തിര, ചോതി, വിശാഖം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ സുഖവും ദുഃഖവും ഒരുപോലെ മാറി മാറി വരുന്ന ഒരു അനുഭവമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സാധാരണ നിങ്ങൾക്കൊരു സന്തോഷം വന്നു കഴിഞ്ഞാൽ ആ ദിവസം തന്നെ ഒരു ദുഃഖപരമായൊരു വാർത്തയോ അല്ലെങ്കിൽ ദുഃഖപരമായ ഒരു അനുഭവമോ നിങ്ങളുടെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. ഒരിക്കലും സുഖവും ദുഃഖവും നിലനിൽപ്പ് ഉണ്ടാകില്ല, മാറിയും തിരിഞ്ഞും വന്നുകൊണ്ടേയിരിക്കും. ജീവിതത്തിൻ്റെ ഒരു ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉയർന്നും താഴ്ന്നും ഇങ്ങനെ സുഖവും ദുഃഖവും ജീവിതത്തിൽ പൊയ്ക്കൊണ്ടിരിക്കും. ദുഃഖങ്ങൾ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികളായിരിക്കും ഈ നക്ഷത്രക്കാരൻ. ചില വ്യക്തികൾക്ക് രോഗാവസ്ഥ വളരെ കൂടുതലായി കാണുന്ന ഒരു വാരം തന്നെയാണ്. എന്നാൽ പുതിയ രോഗങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും അങ്ങനെ ഉണ്ടെങ്കിൽ ചെക്കപ്പ് ചെയ്യുകയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങളായിരിക്കും. ഒരു കാര്യവും ശുഭകരമായി അവർക്ക് അവസാനിക്കുന്നില്ല. കൂടാതെ ഏത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങളുണ്ടാകുന്നു. അതിനൊരു പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ പറ്റാത്തൊരവസ്ഥയെല്ലാം ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. എല്ലാവരുടെ നിന്നും ഒരു അകൽച്ച പാലിച്ച് ഒറ്റയ്ക്ക് താമസിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. അതായത് സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാതെ മാറ്റിവെക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ. എന്നാൽ ഈ ഒരു വാരത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എത്ര തന്നെ നിങ്ങൾ മാറി നിന്നാലും പലരുടെയും സഹായത്താൽ, മറ്റുള്ളവരുടെ സഹായം കൊണ്ട് പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് തീർക്കുവാൻ സാധിക്കും. അനാവശ്യമായ തർക്കങ്ങൾ ഏർപ്പെടാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ അനാവശ്യമായ സംസാരം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി ഇടപെടുക, മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കുക, ഇങ്ങനെയെല്ലാം ചെയ്ത് പ്രശ്നങ്ങൾ കൈവരിക്കാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ കാര്യം നോക്കി സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ വളരെ സമാധാനത്തോടു കൂടി ഈ ഒരു വാരം കഴിയുവാൻ സാധിക്കും. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുകയെല്ലാം ചെയ്യുന്നത് വളരെ നല്ലതാണ്. വൃശ്ചികം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ വിവാഹാലോചനകൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. അതിന് തടസ്സമുണ്ടാകുന്നു, മുടക്കമുണ്ടാകുന്നു, വേണ്ടെന്ന് വയ്ക്കത്തക്ക തന്നെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുണ്ട്. അതായത് വിവാഹ തടസ്സം ഈ ഒരു വാരത്തിൽ വളരെ കൂടുതലായി കാണുന്നുണ്ട്. നമ്മൾ ഈ ഒരു വാരത്തിൽ പുതുതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാതെ ഇങ്ങനെ തന്നെ പോകുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു വിവാഹാലോചന എല്ലാം ഓക്കെ വന്നു എന്നുണ്ടെങ്കിൽ അതിന് തടസ്സങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. വളരെ ശ്രദ്ധയോടുകൂടി വിവാഹ സംബന്ധമായ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഇതുപോലെ തന്നെയാണ് പ്രണയിക്കുന്ന വ്യക്തികൾ. നിങ്ങളുടെ പ്രണയം പരാജയപ്പെടാം, അവരെ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ പ്രണയം കൊണ്ട് നിങ്ങളുടെ ആ ഒരു നടക്കാത്തത് കൊണ്ടുള്ള മാനസികപരമായ വിഷമത്തിൽ നിങ്ങൾ കഴിയേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവായ അനുഭവങ്ങൾ പ്രണയിക്കുന്നവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പ്രണയിക്കുന്ന വ്യക്തികൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ വാരം മുന്നോട്ട് പോവുക. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകാതെ ഇരിക്കുന്നൊരവസ്ഥയാണ്. അതായത് നിസ്സാര കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകുക, പ്രശ്നങ്ങളുണ്ടാകുക, സംസാരം വളരെ വഴക്കിലോട്ട് പോവുക, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി പിരിഞ്ഞിരിക്കുക, അകന്നിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളിലോട്ട് ജീവിതം കടന്നു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് കുടുംബജീവിതത്തിൽ സംസാരം വളരെയധികം നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക.
ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും പിരിഞ്ഞിരിക്കുകയും അകന്നിരിക്കുകയുള്ള സാധ്യത കൂടുതലായി കാണുന്നത് കൊണ്ട് നിങ്ങൾ ഈ ഒരു വാരത്തിലും മുരുകസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാനെ പൂജിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക എല്ലാം ചെയ്യുന്നത് ഈ ഒരു വാരത്തിൽ വളരെ നല്ലതായിരിക്കും. ധനുരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മൂലം, പൂരാടം, ഉത്രാടം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ നിങ്ങൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നേട്ടങ്ങളും അംഗീകാരങ്ങളും അവസരങ്ങളും ലഭിക്കും എന്നുണ്ടെങ്കിലും സാമ്പത്തികപരമായി നിങ്ങൾ താഴോട്ട് വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. സാമ്പത്തിക നേട്ടം നിങ്ങൾക്കുണ്ടാകില്ല, എന്നാൽ അംഗീകാരങ്ങളും അവസരങ്ങളും ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. വിദേശത്ത് നിന്നും തിരികെ നാട്ടിലേക്ക് എത്തുവാൻ സാധിക്കാതെ വിഷമിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ആ ഒരു അവസ്ഥ തന്നെ വീണ്ടും തുടരുവാൻ സാധ്യതയുണ്ട്. അതായത് വീണ്ടും അവർക്ക് നാട്ടിലേക്ക് എത്തുവാൻ തടസ്സങ്ങൾ ഏർപ്പെടേണ്ടി വരും. ഇവിടെ നിന്നും നാട്ടിൽ നിന്ന് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും തടസ്സങ്ങൾ തന്നെയാണ് കാണുന്നത്. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ജോലിയുടെ ഭാഗമായി നിരവധി യാത്രകൾ ചെയ്യേണ്ടി വരും. എന്നാൽ ഈ യാത്രകൾ മൂലം നിങ്ങൾക്ക് തലവേദനകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. സാമ്പത്തികപരമായ നഷ്ടങ്ങളുണ്ടാകും, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാകും. സമൂഹത്തിൻ്റെ മുന്നിൽ നിങ്ങൾ വെറും ഒരു കോമാളികളായി മാറുന്ന ഒരവസ്ഥ. കാരണം ദൂര സ്ഥലങ്ങളിൽ നിങ്ങൾ വലിയ രീതിയിൽ ധനം മുടക്കി ബിസിനസ് മെച്ചപ്പെടുത്തുവാനും അല്ലെങ്കിൽ ജോലി സംബന്ധമായ പല പല കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ യാത്ര ചെയ്യുന്നു. എന്നാൽ യാത്ര ചെയ്ത് തിരികെ എത്തുമ്പോഴേക്കും നഷ്ടങ്ങളും പരാജയങ്ങളും അപമാനങ്ങളും മാത്രമേ ഏൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് യാത്രകൾ ചെയ്യുമ്പോഴേക്കും ഈ ഒരു വാരത്തിൽ സൂക്ഷിക്കുക. അത് മുഖാന്തരം നമുക്ക് നഷ്ടങ്ങളെ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഏത് കാര്യത്തിനിറങ്ങിയാലും ആ കാര്യം അവസാന ഘട്ടത്തിൽ പരാജയത്തിൽ പോയി ചേരുവാൻ സാധ്യതയുണ്ട്. അതായത് വിജയിക്കും എന്ന് പൂർണ്ണമായും കരുതി നമ്മൾ വളരെ ഈസിയായി ഒരു കാര്യം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴേക്കും അവസാന ഘട്ടത്തിലെത്തുമ്പോൾ അത് പരാജയത്തിലെത്തുകയും അതിൽ അപമാനമുണ്ടാകുകയും സാമ്പത്തിക നഷ്ടമുണ്ടാകുകയും മറ്റുള്ളവർ മുന്നിൽ കളിയാക്കപ്പെടുകയും ചെയ്ത് വളരെ വിഷമിച്ച് കഴിയുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു ആഴ്ചയിൽ കാണുന്നത്. നിങ്ങൾ സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും കാവുകളിൽ വഴിപാട് നടത്തുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. മകരം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും എന്ന് കരുതി കാത്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും അത് നീണ്ടുകൊണ്ടേയിരിക്കും. തടസ്സങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. ലോണുകൾ കിട്ടുവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും വായ്പകൾ ശരിയാകും, ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് കരുതിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉടനെ കിട്ടുവാൻ സാധ്യതയില്ല. വീണ്ടും അത് ഇഴഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് മത്സരങ്ങളിൽ വിജയിക്കുവാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. കാരണം നിങ്ങളുടെ ഈ മത്സര പരീക്ഷകളിൽ പരാജയം സംഭവിക്കുവാൻ സാധ്യതയുണ്ട്, തോൽവികൾ വരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു വാരത്തെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. കൂടാതെ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, സഹോദരനാവാം സഹോദരിയാവാം, അവർക്ക് വേണ്ടി ധനം ചിലവാക്കേണ്ടി വരും. അതായത് സാമ്പത്തികപരമായിട്ട് അവർക്കൊരു ബിസിനസ് ചെയ്യുവാനോ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കും ദൂരയാത്രകൾക്ക് വേണ്ടിയും ഒരു വിവാഹ സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി എല്ലാം നമ്മൾ ധനം ചിലവാക്കേണ്ടി വരുന്ന ഒരു വാരം തന്നെയാണ്. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് സഹോദരങ്ങൾക്ക് വേണ്ടി ധനനഷ്ടം, അതായത് ധനച്ചിലവുണ്ടാകുന്നൊരു വാരം തന്നെയായിരിക്കും. നിങ്ങൾക്ക് ലോട്ടറി, അതായത് ലോട്ടറിയോ അല്ലെങ്കിൽ നറുക്കെടുപ്പോ അല്ലെങ്കിൽ എന്തൊരു സമ്മാനങ്ങൾ ലഭിക്കുന്ന പദ്ധതി, ഇതിൽ നിന്നുമെല്ലാം ചെറിയ രീതിയിലുള്ള ഒരു സമ്മാനങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ മേഖലയിൽ നേട്ടം കാണുന്നുണ്ട്. പല മേഖലയിലും നിങ്ങൾക്ക് വീഴ്ചകളും നഷ്ടങ്ങളുമാണെന്നുണ്ടെങ്കിൽ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയെല്ലാം വളരെ കൂടുതലായി കാണുന്നുണ്ട്. ഈ ഒരു വാരത്തിൽ രൗദ്ര ദേവതകളായ ദുർഗ, ഭദ്ര, ചാമുണ്ടേശ്വരി ഇങ്ങനെയുള്ള രൗദ്ര ദേവതകളെ പ്രാർത്ഥിക്കുക, പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കുംഭൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അവിട്ടം, ചതയം, പുരുരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾ പ്രധാന ജോലി, അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണോ അപ്പോൾ ആ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മറ്റു ജോലികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും രണ്ട് ജോലിയിലും നഷ്ടം വരുവാനും സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ജോലി എന്താണോ അതിനെ ഈശ്വരനായി കണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നു, ധനലാഭം ഉണ്ടാകുന്നു, നേട്ടവും ഉണ്ടാകുന്നു.
വാഹനം മാറ്റി വാങ്ങുവാൻ ആലോചിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി അത് ചെയ്യുക. അതിലും നഷ്ടം വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വാഹനത്തിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയെല്ലാം ധനം ചിലവാക്കേണ്ടി വരുന്നു. എന്നാൽ പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗങ്ങളും കാണുന്നത് വാഹന സംബന്ധമായി ധനം നമുക്ക് ചിലവാകുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വാരം. നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള പരിക്കുകളും രോഗാവസ്ഥകളും എല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലി സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് മാനസികപരമായ ദുഃഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബിസിനസ് രംഗങ്ങളിൽ ചെറിയ രീതിയിലുള്ള നഷ്ടങ്ങൾ വരുവാനും സാധ്യത കാണുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. നിങ്ങൾക്ക് ചിലവ് വളരെ കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വരുമാനത്തിനൊത്ത് നിങ്ങളെ കൊണ്ട് കഴിയും എന്നുണ്ടെങ്കിൽ മാത്രം ആ ബഡ്ജറ്റിൽ മാത്രം വീട് നിർമ്മിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ ഒരു വാരം ശിവക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. മീനൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ ഉറ്റ സുഹൃത്തുക്കളുടെ ഇടപെടൽ കൊണ്ടും മാത്രം പല പ്രശ്നങ്ങളും മാറി നിൽക്കുന്ന ഒരവസ്ഥ ഈ ഒരു വാരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ പോയി കൈവയ്ക്കുന്ന എല്ലാ മേഖലയിലും തടസ്സങ്ങളും പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളും കേസുകളുമായി മാറുന്ന ഒരു വാരമാണ്. ഇന്ന് സുഹൃത്തുക്കളുടെ ഇടപെടൽ മൂലം മാത്രം പ്രശ്നങ്ങളിൽ നിന്നുമെല്ലാം നിങ്ങൾക്ക് ഈ വളരെ ലളിതമായ രീതിയിൽ രക്ഷപ്പെടുവാൻ സാധിക്കുന്ന ഒരു വാരം തന്നെയായിരിക്കും. നഷ്ടങ്ങളും പരാജയങ്ങളും ഈ വാരത്തിലുണ്ടാകും എന്നുണ്ടെങ്കിലും വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടം കാണുന്നുണ്ട്. വസ്തു വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ലാഭമുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. സ്ഥാനമാറ്റം കാണുന്നുണ്ട്. അതായത് ജോലി സംബന്ധമായിട്ട് സ്ഥാനം മാറി, അതായത് നിങ്ങൾക്ക് താഴോട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ പോലുള്ള ശമ്പള വർധനയോട് കൂടിയുള്ള മാറ്റമല്ല, പണിഷ്മെൻറ്റ് പോലുള്ള ട്രാൻസ്ഫറുകൾ വരാനാണ് സാധ്യത വളരെ കൂടുതൽ. പ്രൈവറ്റ് മേഖലയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ജോലി വരെ നഷ്ടപ്പെടുവാൻ സാധ്യത കാണുന്നുണ്ട്. കർമ്മരംഗത്തിൽ വളരെ ആത്മാർത്ഥമായി തന്നെ പ്രവർത്തിക്കുക, നേട്ടങ്ങളും വിജയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വാരത്തിൽ നരസിംഹസ്വാമിയെ പ്രാർത്ഥനയോടുകൂടിയും പൂജയോടുകൂടിയും അല്ലെങ്കിൽ ഭഗവാന് അഭിഷേകങ്ങൾ നടത്തിയും അല്ലെങ്കിൽ വഴിപാടുകൾ നടത്തിയും എല്ലാം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ തടസ്സങ്ങൾ മാറുകയും നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഭാഗ്യങ്ങൾ ഇരട്ടിയായി വരികയും നേട്ടങ്ങൾ ഉണ്ടാകാനും സാധിക്കും.